തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തുറന്ന കത്തുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ കത്ത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയതും പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തുമൊക്കെ ഈ കത്തിൽ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് ഈ കത്ത് തുടങ്ങുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ NDAയും BJPയും പരീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രധാനമന്ത്രിയുടെ കത്തിൻ്റെ പിന്നിലെ പിന്നാമ്പുറം എന്താണ്? തീർച്ചയായിട്ടും SKN ഈ കത്ത് പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് അതിലെ ഒരംഗം എഴുതുന്ന ഒരു കത്ത് എന്ന രീതിയിലാണ്. തൻ്റെ 10 വർഷത്തെ നേട്ടങ്ങൾ ആണ് ആ കത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. മേരാ ഭാരത് മേരാ പരിവാർ എന്ന ഒരു സന്ദേശം BJP തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനകീയത, മോദി ഫാക്ടർ, അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP ഈ തന്ത്രം പയറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കത്തും. കത്ത് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഏതാണ്ട് ഒറ്റ പേജ് മാത്രം ഉള്ളതാണ്. എന്നാൽ അതിൽ കാര്യമാത്ര പ്രസക്തമായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ തൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. താനും തൻ്റെ സർക്കാരും കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം വിവിധ പദ്ധതികൾ വിവരിക്കുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പദ്ധതികൾ അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണ ആളുകൾക്ക് ഈ LPG കണക്ഷനൊക്കെ ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. മാതൃവന്ദന യോജനയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ ഭരണ നേട്ടങ്ങളുടെ കാര്യം വിവരിക്കുന്ന ഭാഗം. അതിൽ അദ്ദേഹം GST നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വിശദീകരിക്കുന്നു. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത് സംബന്ധിച്ച അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരം സ്ഥാപിച്ചതും അദ്ദേഹം ഈ കത്തിൽ തൻ്റെ നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഈ മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള ഭീഷണികളെ നേരിടാനായിട്ട് തൻ്റെ സർക്കാരിന് സാധിച്ചു, ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ തൻ്റെ സർക്കാരിന് സാധിച്ചു എന്നതടക്കമാണ് അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. വികസിത ഭാരതത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. എല്ലാവിധ നന്മകളും ഒപ്പം മികച്ച ഒരു ഭാവിയും നേരുന്നു എന്ന് അദ്ദേഹം ഇതിൽ എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു. SK. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.